ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ ബന്ധമോ? UN റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്ക വീണ്ടും ഉയർത്തുന്നു. ദില്ലിയുടെ ഹൃദയഭാഗത്തുള്ള ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ പിന്നിലെ ഭീകര ശൃംഖലയെക്കുറിച്ച് നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ UN സുരക്ഷാ സമിതി ഇവിടെ നൽകിയിരിക്കുന്നത്. 2025 നവംബറിൽ നടന്ന ആക്രമണം അൽ ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആ ഭീകര ശൃംഖലയാണ് ഔദ്യോഗികമായി തന്നെ ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ തലസ്ഥാനത്തെ നടുക്കിയ ആക്രമണം ഒറ്റപ്പെട്ട ഒരു പ്രാദേശിക സംഘത്തിന്റെ പ്രവർത്തനം മാത്രമായിരുന്നില്ല എന്ന സംശയം കൂടുതൽ ശക്തമാക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടന കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിലെ പ്രതികൾക്ക് ഇവിടെ അൽ ഖ്വയ്ദയുമായി തന്നെ ബന്ധമുണ്ട് എന്നും അവരുടെ അനുബന്ധ സംഘടനയായ അൻസാർ ബസ്വത് ഇൽ ഹിന്ദുമായി തന്നെ ബന്ധമുണ്ടെന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തൽ. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇതാണ്: വലിയ ഭീകര ക്യാമ്പുകളോ പരമ്പരാഗത ശൃംഖലകളോ മാത്രം ആശ്രയിക്കാതെ തന്നെ ചെറുതും പരസ്പരം അകന്നു കിടക്കുന്നതുമായ സെല്ലുകളുടെ അതായത് ഈ ഒരു സെല്ലുകളിലൂടെ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അൽ ഖ്വയ്ദ മാറിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരമായി പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ചെങ്കോട്ട ആക്രമണം കഴിഞ്ഞ സംഭവത്തിന്റെ കഥ മാത്രമാണോ, അതോ ഭീഷണിയിൽ പുതിയ രൂപത്തിൽ വളരുന്ന ഭീകര ശൃംഖലയുടെ മുന്നറിയിപ്പാണോ എന്നതാണ് ചോദ്യം. അത് മാത്രമല്ല, ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ഭീകര സെല്ലുകൾ അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ഭീകര സെല്ലുകൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതായും UN ആശങ്ക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെയും ശൃംഖല അവിടെ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എങ്കിൽ പോലും അത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും ഒരു വെല്ലുവിളിയായി തന്നെ മാറും. അതോടൊപ്പം തന്നെ അൽ ഖ്വയ്ദയും IS ശൃംഖലകളും അതുപോലെ ജൈവ ഭീഷണികളുമായി തന്നെ ബന്ധപ്പെട്ട ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിൽ ദീർഘകാല താല്പര്യം തുടരുന്നതായും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇത്തരം ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിലെ സാങ്കേതിക വെല്ലുവിളികൾ മറികടക്കുന്നതിൽ ഇവർക്ക് ഇതുവരെ വിജയം ലഭിച്ചില്ല എന്നതാണ് UN റിപ്പോർട്ടിൽ തന്നെ അവർ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ തീവ്രവാദ സമൂഹങ്ങളിലൂടെ തന്നെ അപകടകരമായ വിഷവസ്തുക്കളെ കുറിച്ചുള്ള ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതും സുരക്ഷാ ഏജൻസികൾക്ക് പുതിയ വെല്ലുവിളിയായി തന്നെ മാറുകയാണ് എന്നതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദില്ലിയിലെ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണത്തിൽ നിന്ന് ദക്ഷിണേഷ്യയിലേക്ക് നീളുന്ന ഒരു വലിയ ഭീകര ശൃംഖലയുടെ ചിത്രം ഇവിടെ പുറത്തു വരികയാണോ? അതുമായി UN റിപ്പോർട്ട് ഉയർത്തുന്ന ഈ ചോദ്യം ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്കും അയൽ രാജ്യങ്ങൾക്കും ഒരേപോലെ തന്നെ നിർണായകമാവുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ തന്നെ അന്വേഷണത്തിന് ഇനിയൊരു കേസിന്റെ അതിരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങില്ല എന്ന സൂചനയാണ് പുതിയ കണ്ടെത്തൽ നൽകുന്നത്. അത് മാത്രമല്ല, ഇതുപോലെയുള്ള സ്ലീപ്പർ സെല്ലുകളാകട്ടെ അതിർത്തിക്ക് അപ്പുറത്തെ ബന്ധങ്ങൾ, ഡിജിറ്റൽ ശൃംഖലകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദക്ഷിണേഷ്യയിൽ പുതിയ ഭീകര വെല്ലുവിളികളുടെ പുതിയൊരു അലാറം ഇവിടെ മുഴങ്ങുകയാണോ എന്നതാണ് മറ്റൊരു ചോദ്യമായി തന്നെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.